ഗുഡ് ഈവനിംഗ്, നമസ്കാരം ആൻഡ് വെൽക്കം ടു ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോ. കൂടെയുള്ളത് ഞാൻ RJ ഏലിക്കുട്ടിയാണ്. അപ്പോ ഇന്ന് ഉത്രാടത്തിന് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഓണം ആയതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ പൂക്കളമൊക്കെ ഇട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പൊ പൂക്കളത്തിലെ പൂക്കൾ പോലെ സംഗീത ലോകത്ത് തന്റെ സ്വരമാധുര്യം കൊണ്ട് നിറങ്ങൾ തീർത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വൈബ്രന്റ് ആയിട്ടുള്ള സിംഗർ മൃദുല വാര്യർ ആണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഓണവിശേഷങ്ങളും പാട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ട്. ചേച്ചി നമസ്കാരം ആൻഡ് വെൽക്കം ടു ദി ഷോ. നമസ്കാരം. താങ്ക് യു. ഹാപ്പി ഓണം ചേച്ചി. ഫസ്റ്റ് തന്നെ താങ്ക് യു. സെയിം ടു യു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇന്ന് ഉത്രാടമാണ്. നമ്മളിതാ ഉത്രാടത്തിന്റെ ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ഈവനിങ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു ഉത്രാടം? നല്ലതായിരുന്നു ഉത്രാടം എന്ന് പറയുന്നത് തിരുവോണം പോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. ഉത്രാടം തിരുവോണം പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. യൂഷ്വലി പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് എവിടെയെങ്കിലൊക്കെ പെട്ടുപോകാറുള്ളത്. കഴിയുന്നതും ഉത്രാടത്തിനും തിരുവോണത്തിനും വീട്ടിൽ ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. അതുകൊണ്ട് ഇപ്രാവശ്യം വീട്ടില് വൈകുന്നേരം എങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ ചേച്ചി, ബേസിക്കലി ഫ്രം കാലിക്കറ്റ് അല്ലേ? അപ്പൊ ഒരു കോഴിക്കോടൻ ഓണം ഒക്കെ എങ്ങനെയാണ് ശരിക്കും? കോഴിക്കോട്ടുകാരുടെ ഓണമാണോ ഞങ്ങൾ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയാണെങ്കിൽ അച്ഛൻ പ്രത്യേകിച്ച് ഏത് ആഘോഷങ്ങളാണെങ്കിലും വളരെ ചിട്ടയായിട്ട് ആഘോഷിക്കുന്ന ഒരാളാണ്. അച്ഛൻ മഞ്ചേരിയാണ് ശരിക്കും, പക്ഷെ നമ്മൾ വീട് വെച്ചത് കോഴിക്കോടാണ്. കോഴിക്കോട് കൊയിലാണ്ടിയാണ്. പക്ഷെ അച്ഛന്റെ ഒരു രീതിയാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാറുള്ളത്. മാദേവരെ വെക്കുക, കോലം വരയ്ക്കും. മാദേവരെയൊക്കെ വെച്ചിട്ട് അതിന്റെ ചുറ്റും കോലം ഒക്കെ വരച്ചിട്ട് ഭയങ്കര ചിട്ടയായിട്ട് അത്തം മുതൽ തിരുവോണം വരെ ചിട്ടയായിട്ടുള്ള രീതി ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് അച്ഛൻ ഏത് ആഘോഷങ്ങളാണെങ്കിലും ആഘോഷിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം കൂടിയാണല്ലോ. അപ്പോ അതിന്റേതായിട്ടുള്ള ചിട്ടകളുണ്ട്. അപ്പൊ അച്ഛന്റെ അടുത്ത് നിന്നാണ് ഞങ്ങളും ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. കോഴിക്കോട്ടുകാരുടെ ഓണാഘോഷമാണോ അതെന്ന് ചോദിച്ചാൽ അതിന് വ്യത്യാസം ഉണ്ട് കുറച്ച്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കുട്ടിക്കാലത്തുള്ള നമ്മൾ അങ്ങനെ ചെറിഷ് ചെയ്ത് പിടിക്കുന്ന ഒരു ഓർമ്മ ഉണ്ടാവും ഓണത്തെ പറ്റി പറയാനായിട്ട്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങള് കോഴിക്കോട്, ഞാൻ പറഞ്ഞല്ലോ കൊയിലാണ്ടിയാണ് ഞങ്ങളുടെ തറവാട് ഇരിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പൊ വീട് വെച്ചിരിക്കുന്നത്. പക്ഷെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കോഴിക്കോട് ടൗണിലായിരുന്നു. അപ്പൊ അവിടുന്ന് ഈ ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാരും അവിടെ പോവും, നാട്ടിൽ പോവും. എന്നിട്ട് എല്ലാ കസിൻസും ഉണ്ടാവും. കസിൻസ് വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ പൂ പറിക്കാൻ പോകുന്നു. പൂക്കളില്ലെങ്കിൽ ഇലകൾ ഉണ്ടാവും, അതൊക്കെ പറിച്ചുകൊണ്ട് വരും. പിന്നെ തൊടിയിലുള്ള ഇപ്പോഴത്തെ പോലെയല്ല, ഇപ്പൊ നമ്മൾ പൂവൊക്കെ വാങ്ങുകയാണല്ലോ ചെയ്യണത് അധികം. പക്ഷെ അന്നൊക്കെ നമ്മുടെ ഗാർഡനിൽ തന്നെയുള്ള പൂക്കള് പറിച്ച് ഇടുമ്പോൾ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതൊക്കെ ശരിക്കും ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടെ ചേർന്നുള്ള ഒരു ആഘോഷം, എല്ലാരും കൂടെ കൂടിയിരുന്ന് സദ്യ കഴിക്കുക. എല്ലാരും ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് കിച്ചണിലൊന്നും ഞങ്ങൾ അങ്ങനെ അധികം കേറ്റാറില്ല. പക്ഷെ മുതിർന്നവരെല്ലാരും ചേർന്ന് കറിക്ക് അരിയുന്നതും പാകം ചെയ്യുന്നതും ഒക്കെ ഞങ്ങളിങ്ങനെ കാണാറുണ്ട്. പിന്നെ പപ്പടമൊക്കെ ഉണ്ടാക്കിയാൽ ഞങ്ങൾ ഓടിപ്പോയി പപ്പടം എടുത്ത് ഓടും. അങ്ങനെയുള്ള കുറെ രസകരമായിട്ടുള്ള ഓർമ്മകള്. പിന്നെ നല്ല രസമാണ്. പിന്നെ ഈ സംഭാരം ഉണ്ടാവും നമുക്ക് സദ്യക്ക്. സംഭാരം ഒരാള് ഗ്ലാസ്സിൽ ചോദിച്ചാൽ ബാക്കി നമ്മുടെ കുട്ടികളൊക്കെ ഒരുമിച്ചാണല്ലോ ഇരിക്കുക. ഒരാള് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ചെയിനായിട്ട് തന്നെ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ രസമായിട്ടുള്ള ഓർമ്മകളും ഒക്കെ ഇപ്പൊ ഓർമ്മ വരികയാണ്. എന്തായാലും ഓണ സീസൺ ആണ് ചേച്ചി, നമുക്ക് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഓണപ്പാട്ട് പാടിത്തരാവോ? തീർച്ചയായിട്ടും. ഞാൻ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അത് മോഹൻ ചിത്താര സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സേതു മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. കാക്കപ്പൂവിന് കാതിലിടാൻ ഒരു കുണക്ക് തീർക്കണവേല് തന്നാരെ താനാനാരെ തന്നാരെ താനാനാരെ. കാക്കപ്പൂവിന് കാതിലിടാൻ ഒരു കുണക്ക് തീർക്കണവേല് മുക്കുത്തി പെണ്ണിന് മൂക്കുത്തിയാക്കാനും മുത്തോളം പൂമ്പൊന്ന് മുത്തോളം പൂമ്പൊന്ന് ഹോയ്. കാക്കപ്പൂവിന് കാതിലിടാൻ ഒരു കുണുക്ക് തീർക്കണ വേല് കുണുക്ക് തീർക്കണ വെയില്. ഇനി എനിക്ക്
പേഴ്സണലി എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചേച്ചി ഇത് പറഞ്ഞു മടുത്തിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും മൃദുല വാര്യർ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് എല്ലാം ഓടിയെത്തുന്ന ആ ഒരു പാട്ടുണ്ട്, കളിമൺ മൂവിയിലുള്ള മലരൊളിയെ എന്ന് പറയുന്ന പാട്ട്. അപ്പം ഈ ഒരു പാട്ടിന്റെ വിശേഷം ചേച്ചി വാദോരാതെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ പാടിയിട്ടുള്ള സിംഗറിൽ നിന്ന് തന്നെ ഈ ഒരു പാട്ട് എങ്ങനെ ഹാപ്പൻ ചെയ്തു എന്നുള്ളൊരു വിശേഷം കേൾക്കുന്നത് എപ്പോഴും ചേച്ചിയുടെ ഫാൻസിൽ എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു പാട്ടിന്റെ ബാക്ക് സ്റ്റോറി ഒന്ന് പറയോ? ലാലി എന്ന് പറയുമ്പോൾ എന്റെ കരിയറിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ലാലി പാടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു 5-6 മൂവീസിൽ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ എല്ലാരും വിചാരിക്കുന്നത് എന്റെ ഡെബ്യൂ മൂവി ലാലി ആണെന്നാണ്. MJ സാറിന് വേണ്ടി തന്നെ ഞാൻ 2 പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ലാലി പാടാനായിട്ട് വിളിക്കുന്നത്. അപ്പൊ പാടാൻ വിളിച്ചപ്പോ തന്നെ ഇങ്ങനെ ഈ സിറ്റുവേഷനും ഈ മൂവിനെ കുറിച്ചും ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടും ഉണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ വിളിക്കുമ്പോ തന്നെ കളിമണ്ണിലേക്കാണെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരുപാട് കേട്ട ഒരു മൂവിയായിരുന്നു. റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ എല്ലാരും അറിഞ്ഞ ഒരു മൂവിയാണ്. അപ്പൊ പാടാൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ എനിക്ക് ട്രാക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് MJ സാറ് തന്നെയായിരുന്നു പാടിയിട്ടുള്ളത്. അപ്പൊ ട്രാക്ക് കേട്ടപ്പോ തന്നെ ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇത് ആര് പാടിയാലും അവർക്കൊരു എന്താ പറയാ ജാക്ക്പോട്ട് ആണ് എന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ പഠിച്ച് അവിടെ ചെന്ന് ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ്. അപ്പൊ പാടാൻ ചെന്നപ്പോ തന്നെ സാർ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സിറ്റുവേഷൻ പറഞ്ഞു. മലയാള സിനിമയിൽ തന്നെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ലല്ലബീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞിന് അമ്മ പാടിക്കൊടുക്കുന്നത്, ഭർത്താവിന് ഭാര്യ പാടിക്കൊടുക്കുന്നത്, അങ്ങനെ തിരിച്ചും, പിന്നെ കാമുകൻ കാമുകിക്ക് പാടി കൊടുക്കുന്ന താരാട്ട്, അങ്ങനെ കുറെ വെറൈറ്റീസ് ഓഫ് താരാട്ടുപാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ജനിക്കാത്ത ഒരു കുഞ്ഞിന് വേണ്ടി, ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് വേണ്ടി, വയറ്റിൽ വളരുന്ന ഒരു കുഞ്ഞിന് വേണ്ടി അമ്മ ആ കുഞ്ഞ് കേൾക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ പാടുന്ന ഒരു താരാട്ടുപാട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പാടുമ്പോ തന്നെ ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസും അതിലൊരു വരിയുണ്ട്, ഒരു കുഞ്ഞുറുമ്പ് മഴ നനയവേ. അപ്പൊ കുഞ്ഞുറുമ്പ് മഴ നനയുന്ന സമയത്ത് നമുക്ക് മഴ നനയുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യാം, ഒരു ചെറിയൊരു ഷിവറിങ് ഫീൽ ചെയ്യും. അത് നമ്മുടെ വോയിസിൽ കൊണ്ടുവരണം. അങ്ങനെയുള്ള കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒക്കെ ഈ ഒരു റെക്കോർഡിംഗ് സെഷനിലാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചത്. ഒരുപാട് ലെസൺസ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് സെഷൻ കൂടിയായിരുന്നു അത്. അപ്പൊ പാടിക്കഴിഞ്ഞപ്പോ MJ സാർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ എന്റെ അടുത്ത് അപ്പൊ തന്നെ പറഞ്ഞു, എനിക്കിത് ഇപ്പൊ തന്നെ ബ്ലെസ്സി സാറിന് കേൾപ്പിക്കണം, എന്നാലും എനിക്ക് സമാധാനം വരുള്ളൂ. ഞാൻ ഓക്കെ ആയാൽ മാത്രം പോരാ, സാറിന്റെ ആണ് ഫൈനൽ ഡിസിഷൻ. സോ ഞാനത് എത്രയും പെട്ടെന്ന് ഞാൻ സാറിനെ കേൾപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിലല്ല ഒരു കാര്യം, നമ്മൾ മാക്സിമം നമ്മുടെ വർക്ക് ചെയ്യുക, ബാക്കി റിസൾട്ട് ഒക്കെ ദൈവത്തിന്റെ കയ്യിലാണെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. പിന്നെ ബ്ലെസ്സി സാറിനെ കേൾപ്പിച്ചപ്പോ സാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് ഫൈനലൈസ് ചെയ്തു, എന്റെ വോയിസ് തന്നെയാണെന്നുള്ളത്. പിന്നെ റിലീസ് ആയപ്പോ തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു. മലയാളികളൊക്കെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇന്നും ആളുകൾ എവിടെ പോയാലും ആ ഒരു പാട്ടിന്റെ 2 വരിയെങ്കിലും പാടാൻ പറയാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഞങ്ങളും ആ ഒരു പാട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പാടാം. മലരുളി മന്ദാര മലരെ മഞ്ചാടി മണിയെ ചാഞ്ചാടും അഴകേ പുതുമലരെ പൊന്നാര മലരെ എന്നോമൽ കണിയെ എൻ കുഞ്ഞു മലരെ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ. ചേച്ചിയുടെ ഒരു മ്യൂസിക്കൽ ജേർണിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റേജ് ഷോ, പിന്നെ റിയാലിറ്റി കോമ്പറ്റീഷൻ, ദെൻ വിന്നിംഗ് സ്റ്റേറ്റ് അവാർഡ്, ഒരുപാട് മൈൽ സ്റ്റോൺസ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു മ്യൂസിക്കൽ ജേർണി തന്നെയാണ്. അപ്പോ ചേച്ചി നോക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ട്രൂ കളർഫുൾ ടേണിംഗ് പോയിന്റ് എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണ്? അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാന്നുള്ളത് ഒരു ഭയങ്കര ഡയലമയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു. ഒരു പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ ആയിരുന്നില്ല സത്യം പറഞ്ഞാല്. ഞാൻ ബിടെക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹയർ സ്റ്റഡീസ് ഉള്ള ഒരു പ്ലാനിൽ നിൽക്കുന്ന സമയത്താണ് റിയാലിറ്റി ഷോസിലേക്കൊക്കെ പോകുന്നത്. അതും എന്റെ ഒരു എനിക്ക് ബേസിക്കലി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല.
ഞാൻ സ്റ്റഡീസിന്റെ സമയത്ത് തന്നെ പാരലി റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് മടുത്തു സത്യം പറഞ്ഞാൽ. എനിക്കത് പോയി എനിക്ക് ഇനിയിപ്പം കുറച്ച് എന്താ പറയാ അക്കാഡമിക് കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ ആയിരുന്നു എനിക്ക്. പക്ഷെ എന്റെ പേരൻസിനാണ് നേരെ തിരിച്ചായിരുന്നു. എന്റെ പേരൻസിനും എന്റെ ബ്രദറിനും ഞാൻ പാട്ടുകാരി ആവണം, അതാണ് എനിക്ക് നല്ലത്, അങ്ങനെയായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പോ അവരാണ് പിന്നെ കോഴ്സ് ബിടെക് കഴിഞ്ഞതിന് ശേഷം റിയാലിറ്റി ഷോയിൽ പോണം എന്നുള്ളൊരു തീരുമാനം അവരുടേതായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ പോയത്. പക്ഷെ അവിടെ ഷോയില് പോയ സമയത്താണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു എനിക്ക്. ഷോയിന്റെ ഇൻ ബിറ്റ്വീൻ തന്നെ മൂവിയിലൊക്കെ പാടാൻ ഭാഗ്യം കിട്ടി. അപ്പോ ഗ്രാജുവലി പാട്ടിലേക്ക് മുഴുവനായിട്ടും ഒരു പാട്ടുകാരി എന്നുള്ള ഇതിലേക്ക് പോവുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് മൂവി പാടുമ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു സത്യം പറഞ്ഞാൽ, ഇത് നമുക്ക് പ്രൊഫഷൻ ആക്കി എടുക്കാൻ പറ്റുമെന്ന്. പിന്നെ പതുക്കെ ഒരു ഇത് പ്രൊഫഷൻ ആക്കി എടുക്കാം എന്നുള്ളൊരു ഒരു മാറുമായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് ലാലി എന്ന് പറയുന്ന ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു, ഒരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ലാലിയുടെ റിലീസിന് ശേഷം, അത് ഹിറ്റ് ആയതിനു ശേഷമാണ് ഒരു പ്ലേ ബാക്ക് സിംഗർ എന്ന് പറഞ്ഞൊരു ലേബൽ എനിക്ക് ഉണ്ടാക്കി തന്നൊരു സോങ് തന്നെയാണ് ഡെഫിനറ്റ്ലി. അതിൽ ഞാൻ MJ സാറിന്റെ അടുത്ത് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. പിന്നെ പ്രേക്ഷകരുടെ അടുത്തും അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്താലും ഇത്ര നന്നായി പാടിയാലും ആളുകൾക്ക് അത് ഇഷ്ടമാവണല്ലോ. അപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ചേച്ചിയുടെ ആ ഒരു ഈ മ്യൂസിക്കൽ ജേർണിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകളാണ് കൂടുതലും പാടിയിട്ടുള്ളത്. ചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് നേടി തന്നിട്ടുള്ള പാട്ടാണെങ്കിലും സാറ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോ ചേച്ചിക്ക് സാറിനെ പറ്റി പറയാനായിട്ട് എന്താണ്, അല്ലെങ്കിൽ സാറിനെ പറ്റി ഓർക്കുമ്പോ വരുന്ന ഒരു കോർ മെമ്മറി എന്താണ്? സാറെന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയൊരു മ്യൂസീഷ്യൻ ആണ്. സാറിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സാർക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി, മ്യൂസിക് മാത്രമല്ല എല്ലാ കാര്യങ്ങളെ കുറിച്ചും അഗാധമായിട്ടുള്ള ഒരു അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോ സാറിന്റെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കും പഠിക്കാൻ പറ്റും. പിന്നെ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് സാറ്. ചിട്ടയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങള് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. സാറിന് പറഞ്ഞാല് നമുക്ക് ഒരു വലിയേട്ടനെ പോലെയുള്ള ഒരു ആളാണ്. നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുന്ന സമയത്ത് അഡ്വൈസ് തരും, ചീത്ത പറയാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു ആത്മബന്ധമാണ് സാറിന്റെ അടുത്തുള്ളത്. ഒരു വലിയേട്ടനാണ്. ഓക്കെ, അപ്പം ചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ആ പാട്ടിന്റെ 2 വരിയും കൂടി ഒന്ന് നമുക്ക് വേണ്ടി പാടിത്തരാമോ? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ലാലിക്കും എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ട് ലാലിക്ക്. പിന്നെ അവാർഡ് കിട്ടിയത് മയിൽപീലി ഇളകുന്നു. അത് ജയചന്ദ്രൻ സാറിന്റെ തന്നെയാണ് മ്യൂസിക്. ലാലി ONV ആയിരുന്നു എഴുതിയത്, ONV സാറാണ് എഴുതിയത്. പിന്നെ റഫീഖ് അഹമ്മദ് സാറാണ് മയിൽപീലി ഇളകുന്നു ലിറിക്സ് എഴുതിയിരിക്കുന്നത്. മയിൽപീലി ഇളകുന്നു കണ്ണ, മധുമാരി ചൊരിയുന്നു കണ്ണ, മണിമാരിൽ പ്രിയമോടെ കണ്ണ, ഈ വനമാലയണിയോ നീ കണ്ണ, മാധവൻ യദുനന്ദനൻ പ്രിയമാനസൻ ഹരിമുരളി തഴുകും ഒരു മയിൽപീലി. റിയാലിറ്റി ഷോയുടെ കാര്യം തന്നെ വരാണെങ്കിൽ ചേച്ചി ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഒരുപാട് റിയാലിറ്റി ഷോയിലൂടെ പങ്കെടുത്ത് വന്നിട്ടുള്ള, ടോപ്പ് പൊസിഷനിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. നൗ നമ്മൾ നോക്കുവാണെങ്കിൽ യു ആർ ജഡ്ജിങ് യങ് ടാലന്റ്സ് അല്ലെ? അപ്പോ ഈ ഒരു ടേബിളിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പൊ ഇരുന്ന് കുട്ടികളെയൊക്കെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ചേച്ചിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ആ പണ്ട് ചേച്ചി ആ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇരുന്നപ്പോ തോന്നിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ? എനിക്കത് കുറച്ചുകൂടെ എനിക്ക് അവരുടെ മൈൻഡിൽ എന്താണ് ഓടിക്കൊണ്ടിരിക്കണമെന്ന് എനിക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ അതേ സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ആളാണ്. അവിടെ നിന്ന് പാടുമ്പോ എന്താണ് ഫീൽ ചെയ്യുക എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളെ ജഡ്ജ് ചെയ്യാൻ കുറെ പേര് ഇരിക്കുന്നു, പിന്നെ കുറെ ക്യാമറ അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ട്, പിന്നെന്താ കുറെ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുണ്ടാവും നമ്മളെ കാണാനായിട്ട്. പിന്നെ ഇത് എയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് മലയാളികളാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രഷർ നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് എനിക്ക് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫീലിങ്സ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അത് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് തോന്നുന്നുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടെ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ
എനിക്കറിയാവുന്ന ടിപ്സ് നമ്മളിപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു മ്യൂസിക്കൽ ജേർണിയിൽ കൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു സന്തോഷമാണ്. ഇപ്പൊ നമ്മൾ പാടുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് പറഞ്ഞ് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വാമപ്പിന്റെ കാര്യങ്ങൾ, വാമപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സിംഗർക്ക്. അപ്പം അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പല കുട്ടികളും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അത് പുതിയ അറിവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണ് നമുക്ക് ഇത് എനിക്ക് അപ്പോഴാണ് ഒരു സന്തോഷം വരുന്നത്. നമ്മൾക്ക് അറിയുന്ന കാര്യം അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പൊ അതുപോലെ നമ്മള് വിശുദ്ധൻ മൂവിയിലെ പാട്ട് ഗോപി സുന്ദർ സാറിന്റെ പാട്ടാണ്. ഒരുപാട് മലയാളികൾക്ക് വളരെ ഡിഫറെന്റ് മോഡ് തന്നൊരു മൂവിയാണ് ആൻഡ് പാട്ടും കൂടിയാണ്. ഷഹബാസ് അമൻ സാറിന്റെ കൂടെയാണ് ചേച്ചി പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. ഈ പാട്ടിനെ പറ്റി ഒന്ന് പറയാമോ? ഈ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സോങ് ആണ്. ഞാൻ പാടിയതില് വല്ലാത്തൊരു എന്താ പറയാ ഹോണ്ടിങ് മെലഡി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഒരു ആകർഷണീയത ആ പാട്ടിനുണ്ട്. അതാണ് അത് റിലീസായിട്ട് ഇത്ര നാളായിട്ടും അത് ഇപ്പോഴും ആളുകൾ പാടുന്നുണ്ട്. ഇൻസ്റ്റയിലൊക്കെ എനിക്ക് പലരും പാടിയിട്ട് ഇപ്പോഴും ടാഗ് ചെയ്യാറുള്ളൊരു പാട്ടാണ് ആ ഒരു പാട്ട്. ഷഹബാസിക്കയുടെ കൂടെ പാടാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഗോപി സാറിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പോസിഷൻ, റഫീഖ് അഹമ്മദ് സാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്. വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്. എന്റെ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ള, എന്റെ അമ്മയ്ക്കും വളരെ ഇഷ്ടമുള്ളൊരു സോങ് ആണ്. എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ് ആ ഒരു പാട്ടെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പാട്ടിന്റെ 2 വരി കൂടി പാടിത്തരും. ഓക്കെ. ഒരു മെഴുതിരിയുടെ നെറുകയിലെരിയാൻ പ്രണയമേ അരികിൽ വന്നു, ഒരു സുഖമറവിയിലൊരുകുകയാണെൻ ഹൃദയമേ വെറുതെ നിന്നും ഞാൻ. തോഴി ഒരു നോവു പോലെരിയുന്നിതാ ഏതോ കിനാവിൽ നിറയുന്നിതൻ മറന്നു ഞാനെന്നെയും പ്രിയ ഒഴുകിയലകളിൽ ഒരു മെഴുതിരിയുടെ നെറുകയിലെരിയാൻ പ്രണയമേ. അപ്പോഴത്തേക്കും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണസദ്യയിലുള്ള ഒരു ഡിഷ് എന്താണ്? മസ്റ്റ് ഹാവ് ഡിഷ് എന്താണ്? അയ്യോ, എനിക്ക് സദ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അതാണ് എന്റെ ഒരു പ്രത്യേകത. ഒരു ഐറ്റം പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല. സദ്യ തന്നെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എപ്പോഴും സദ്യ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് മിസ്സാക്കില്ല. പാടിയതിൽ ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്ന മാതിരി തന്നെയാണ് സദ്യയില് ഒരു ഐറ്റം പിക്ക് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ് അല്ലെ? അതെ അതെ. ഓക്കെ, അപ്പൊ ഒരു ചെറിയ ക്വിക്ക് റാപ്പിഡ് ഫയർ സെഗ്മെന്റ്സിലേക്ക് പോവാണ്. ജസ്റ്റ് പെട്ടെന്ന് ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഓപ്ഷൻസ് ആണ് തരുന്നത്. ഓണം ഇൻ 1 വേർഡ്. ഓണം എന്ന് പറഞ്ഞ കളർഫുൾ ആണ് ഓണം. ഓക്കെ. പൂക്കളം ഓർ പുലിക്കളി? പുലിക്കളി. പൂക്കളം. ഓക്കെ. പായസം ഓർ ശർക്കര ഉപ്പേരി? പായസം. ഓക്കെ. ഈ ഓണം ടൈമിലൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരു സിനിമ? അയ്യോ, തേന്മാവിൻ കൊമ്പത്ത്. ഓക്കെ. ഇഫ് യു കുഡ് ഡിസൈഡ് 1 ഓണം സോങ് ടു യുവർ ഫാൻസ് ദിസ് ഇയർ, അത് ഏത് പാട്ടായിരിക്കും? തിരുവോണപ്പുലരിതൻ. ഓക്കെ, ആ പാട്ടിന്റെ 2 വരി പാടുന്നോ? തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും ചേച്ചിയുടെ ഈ ഒരു സംസാരവും കഥകളും വിശേഷങ്ങളും ഒക്കെ കേട്ടിട്ട്. അപ്പൊ നമ്മുടെ ലിസണേഴ്സിന് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഓണം വിഷ് പറയാവോ? തീർച്ചയായിട്ടും. എല്ലാവർക്കും എന്താ പറയാ, വളരെ സമ്പൽ സമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഒരു ഓണം ആശംസിക്കുകയാണ്. അടിച്ചു പൊളിക്കൂ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. വൺസ് അഗെയിൻ ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം.